ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നടേശനും മണിയും വിളിച്ചതനുസരിച്ച് സന്തോഷിന്റെ വീട്ടിലെത്തുന്ന മണി അവിടെ പോറ്റിയേക്കാണ്. പോറ്റിമാമന് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവദിനം കൊണ്ട് വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ പോകുന്നുവെന്ന് പോറ്റിയും. നടേശൻ മണിയോടായി കുഞ്ഞൂട്ടനെ വിളിക്കാൻ പറയുമ്പോഴേക്കും കുഞ്ഞൂട്ടാ മോനെ ഇറങ്ങി വാ, ദേ വീണ വന്നിരിക്കുന്നു എന്ന അമ്മ വിളിക്കുന്നത് കേൾക്കെ കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കായിരുന്ന സന്തോഷിനും സന്തോഷമാവുകയാണ്. കുഞ്ഞൂട്ടാ കുഞ്ഞൂട്ടാന്ന് മണി വീണ്ടും ഉച്ചത്തിൽ വിളിക്കുമ്പോഴേക്കും എന്റെ മണി ചെവി പൊട്ടിപ്പോകുന്നു, ഇവിടെ ജപിക്കുന്നതൊന്നും നോക്കണ്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചേ നാമം ജപിച്ചോണ്ടിരിക്കുക പോറ്റിയും. ഈ കുഞ്ഞൂട്ടിനെ ഇത്ര വിളിച്ചിട്ടും ഇവൻ കേട്ടില്ലേ? മോനെ കുഞ്ഞൂട്ടാ മോനെ കുഞ്ഞൂട്ടാ എന്ന് മണി വീണ്ടും വിളിക്കേ. മണി ഒന്ന് പതുക്കെ എന്ന് ദേഷ്യത്തോടെ പോറ്റി പറയുന്നുണ്ട്. ഇത്ര ഒച്ചയിൽ വിളിച്ചിട്ട് കേട്ടില്ല, പിന്നെയാ പതുക്കെ എന്ന് പോറ്റിയോടായി പറഞ്ഞ് വീണ്ടും കുഞ്ഞൂട്ടിനെ വിളിക്കാൻ തുടങ്ങുകയാ മണി. പോറ്റിയും സഹിക്കാൻ കഴിയാതെ ചെവി പൊത്തിക്കൊണ്ട് നാമജപം തുടർന്നുകൊണ്ടിരിക്കുക. അമ്മയുടെ വിളികൾക്ക് കുഞ്ഞൂട്ടനും സന്തോഷത്തോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അലമാരയിൽ നിന്ന് ഒരു കവറുമെടുത്ത് താഴോട്ടിറങ്ങി വരികയാ. അവൻ വീണയുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗിഫ്റ്റ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ബോധത്തിൽ നിന്നുള്ള വഴുതിപ്പോക്ക് അത് അനുഭവിച്ചവർക്കേ അറിയൂ. തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരാൻ ചില മനുഷ്യരുടെ കരുതലിന്റെ പാലം ആവശ്യമുണ്ട്. വീണ എനിക്ക് അതായിരുന്നു, ഒത്തിരി കടപ്പാടുണ്ട്. ഇത് വീണയ്ക്കായുള്ള എന്റെ ഒരു ഗിഫ്റ്റാ, ഇത് വാങ്ങെന്ന് പറഞ്ഞ് അവൻ ആ കവർ നീട്ടുമ്പോഴേക്കും വീണയും അത് വാങ്ങി നോക്കിക്കൊണ്ട് ഇത് ഇപ്പൊ പൊട്ടിക്കാമോ എന്ന് ചോദിക്കുക. വീണ അതിന്ന് ഗിഫ്റ്റ് എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴേക്കും പോറ്റിയും ആകാംക്ഷയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന മണിയുടെയും നടേശന്റെയും അടുത്ത് വന്ന് നോക്കി നിൽക്കുക. വീണയുടെ ചിരിയോടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു അത്. ടു ദ മോസ്റ്റ് വണ്ടർഫുൾ മൂമെന്റ്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് മൈ ലൈഫ് അഗെയിൻ എന്ന് അതിനടിയിൽ എഴുതിയിട്ടുമുണ്ട്. അത് കാണെ അവൾ സന്തോഷത്തോടെയും ചിരിയോടെയും സന്തോഷിന്റെ മുഖത്ത് നോക്കി നിൽക്കേ. എന്താ മോളെ അത്, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്ന് നടേശൻ ചോദിക്കേ. അവൾ ആ ഫോട്ടോ ഫ്രെയിം അവരെ കാണിക്കുക. ആ ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കിക്കൊണ്ട് എന്തോന്ന് നടേശ ഈ എഴുതിയിരിക്കുന്നേ എന്ന് പോറ്റി ചോദിക്കേ. ടു ദ മോസ്റ്റ് വണ്ടർഫുൾ വുമൺ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ടു ഫൈൻഡ് മൈ ലൈഫ് അഗെയിൻ എന്ന് നടേശൻ അത് നോക്കി വായിക്കേ. എന്താടാ സന്തോഷം വലിയ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്, മലയാളത്തിൽ പോരായിരുന്നോ? എന്തായാലും അർത്ഥം കൂടി പറ, പോറ്റി ഒന്ന് കേൾക്കട്ടെ എന്ന് പോറ്റി പറയേ. ദേഷ്യത്തോടെ പോറ്റി അങ്ങനെ കേൾക്കണ്ട എന്ന് സന്തോഷം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പറഞ്ഞു കൊടുക്കു കുഞ്ഞൂട്ടാ, അറിയാത്തോണ്ടല്ലേ എന്ന് മണിയും. അത് കേൾക്കെ പോറ്റിയും അയ്യോ പോറ്റിക്ക് അറിയാത്തോണ്ടല്ല, സന്തോഷം മനസ്സിൽ ഉദ്ദേശിച്ച വിഷയം ഇംഗ്ലീഷിൽ വന്നോന്നറിയാനാ എന്ന് പോറ്റി പറയേ. പോറ്റിക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് വീണ പറയുകയാ. കേൾക്കെ നടേശനും മോള് പറഞ്ഞ എങ്ങനെ ശരിയാവും? അളിയന് സന്തോഷിന്റെ മനസ്സിലുള്ളത് എഴുതിയ ഇംഗ്ലീഷിൽ വന്നോന്നറിയാനല്ലേ ചോദിച്ചത് എന്ന് പറയേ. വീണ ആ ഫോട്ടോ ഫ്രെയിമിൽ എഴുതിയ വരികളിലേക്ക് നോക്കിക്കൊണ്ട് ടു ദ മോസ്റ്റ് വണ്ടർഫുൾ വുമൺ, ഏറ്റവും അത്ഭുതകരമായ സ്ത്രീക്ക് എന്ന് സന്തോഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ സന്തോഷേ എന്ന് പോറ്റിയും. തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് വീണ വീണ്ടും വായിക്കാൻ തുടങ്ങുക. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് മൈ ലൈഫ് അഗെയിൻ, എന്റെ ജീവിതം വീണ്ടും കണ്ടെത്താൻ സഹായിച്ചതിന് നന്ദി എന്നവൾ പറഞ്ഞു കൊടുക്കെ. മലയാളമായിരുന്നു നല്ലതെന്ന് പോറ്റിയും. സന്തോഷപ്പോഴേക്കും വീണയോടായി ജോലിക്ക് ചേരാനേ വീണ കൂടി വരണം, ഇവിടുന്ന് നമുക്ക് ഒന്നിച്ചു പോവാമെന്ന് സന്തോഷ് പറയേ. ഞാൻ വരാം, സന്തോഷത്തിന്റെ ഓഫീസൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന് വീണയും സമ്മതിക്കുകയാ. പോറ്റിയും അസ്വസ്ഥതയോടെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തൊക്കെയോ ആണ്ടവായി നടക്കുന്നേ, പറ്റുതിന്ന് ഉയിര് കിടക്കാൻ എന്തൊക്കെയോ ദൈവമേ സഹിക്കേണ്ടതെന്ന്. വീണ വീണ്ടും ആ കവറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് പൊതി കൂടി എടുത്തുകൊണ്ട് ഇതിലെന്താ സന്തോഷിട്ടാ, പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കേ. അതിപ്പോ പൊട്ടിക്കണ്ട, സർപ്രൈസാ, ഞാൻ പറഞ്ഞിട്ട് പൊട്ടിച്ചാ മതി എന്ന് സന്തോഷ് പറയേ. എന്ന് ഞാൻ കൈ വെച്ചോളാം എന്ന് പറഞ്ഞ് വീണ ആ ഗിഫ്റ്റ് കവറിലേക്ക് തന്നെ ഇടുകയാ. മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് മണി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നടേശൻ വീണയോട് ഇരിക്കാനായി പറയുന്നുണ്ട്. വീണ ആ സോഫയിലേക്ക് ഇരിക്കുമ്പോഴേക്കും സന്തോഷം ഓപ്പോസിറ്റ് സൈഡിലായി ഇരിക്കുകയാണ്. പിന്നീട് മാധവത്തിലെത്തുന്ന വീണ സന്തോഷിന്റെ ഗിഫ്റ്റുമായി സിറ്റ് ഔട്ടിലേക്ക് കയറി ഒരു നിമിഷം ആലോചനയോടെ നിന്ന് ലിവിംഗ് റൂമിലൂടെ അത് ഒളിപ്പിച്ച് പെട്ടെന്ന് നടന്നു നീങ്ങാനായി ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന കനി അവളെ കണ്ട് അവിടെ നിന്നേ എങ്ങോട്ട് ഈ പായുന്നേ എന്താടിന്ന് ചോദിച്ച് അവളുടെ കയ്യിലെ ആ കവർ പിടിച്ചു വലിക്കുക. അവൾ ആ കവറിൽ നിന്ന് ആ ഫോട്ടോ ഫ്രെയിം എടുത്ത് നോക്കുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ട് എത്തുകയാ. നോക്കെന്ന് പറഞ്ഞ് ചെറിയമ്മയ്ക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടെ വായിക്കുന്നുണ്ട്. ടു ദ മോസ്റ്റ് വണ്ടർഫുൾ വുമൺ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഫൈൻഡ് മൈ ലൈഫ് അഗെയിൻ. എന്തുവാടി അവാർഡോ? നീയാണോ ആ അത്ഭുത സ്ത്രീ? എന്റെ ജീവിതം വീണ്ടും കണ്ടെടുക്കാൻ സഹായിച്ചതിന് നന്ദി. കൊള്ളാം, ആരുടെ ജീവിതാടി നീ വീണ്ടും കണ്ടെടുക്കാൻ സഹായിച്ചേ? സന്തോഷേട്ടന്റെയാ എന്ന് കനി ചോദിക്കേ. കനി അതിങ്ങ് തായെന്ന് വീണയും ദേഷ്യത്തോടെ പറയുക. എനിക്ക് വേണ്ട നിന്റേതെന്ന് പറഞ്ഞ് കനി അതവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അവളത് കവറിലിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും കനി വീണ്ടും നിന്നെ ഇതെന്താ വേറെ പൊതി എന്ന് കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുക. ഇപ്പൊ പൊട്ടിക്കേണ്ടെന്നാ പറഞ്ഞതെന്ന് വീണയും. ഓ വലിയ കളികളാണല്ലേ, കഷ്ടം തന്നെ. എടി എന്ത് തീരുമാനമെടുത്താലും അതിനൊരു ക്ലാരിറ്റി വേണം, വെറുതെ അവിടെ ഇവിടെയും തൊടാണ്ട് എല്ലാരെയും കുഴപ്പത്തിലാക്കി ചുമ്മാ നിന്ന് കളിക്കരുത് എന്ന് കനി ഓർമ്മിപ്പിക്കേ. നീ വെറുതെ എന്നോട് വഴക്കിടാൻ വരല്ലേ കനി, ഞാൻ ഇറങ്ങിയപ്പോഴും നീ വഴക്കിടാൻ വന്നു, തിരിച്ചു വന്നപ്പോഴും നീ വഴക്കിടുവാ എന്നവൾ
ദേഷ്യത്തോടെ പറയാം. വഴക്കൊന്നുമല്ല, ദേ നല്ല വ്യക്തമായി കാര്യം പറഞ്ഞത്. നിനക്കത് കിട്ടിയില്ലേ ഞാൻ എന്ത് പറയാനായെന്ന് കനിയും. എല്ലാം കേട്ട് നിൽക്കുന്ന ടീച്ചറമ്മയും അതെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കല്ലേ എന്ന് പറയേ കനി വീണ്ടും ഇവൾ ഇത്രയൊക്കെ അഭ്യാസം കാണിച്ചിട്ടും പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് കനി സംശയത്തോടെ പറയേ. കനി ആ വിഷയം വിടെന്ന് ചെറിയമ്മയും ഞാൻ വിട്ടു എന്ന് കനി പറയുമ്പോഴേക്കും വീണ പോവാനായി തുടങ്ങുകയാ. കനി വീണ്ടും അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് എടി നീയേ ഈ അവാർഡ് ചുമരി തൂക്കിയിട്, വരുന്നവരെല്ലാരും അങ്ങ് കാണട്ടെ എന്ന് ദേഷ്യത്തോടെ പറയേ. വീണയും അകത്തോട്ട് കയറി പോവുകയാ. പിന്നീട് രാത്രിയാവുമ്പോ ജോൺ സന്തോഷിനെ വിളിക്കുകയാ. ജോണിന്റെ കോളാണെന്ന് കണ്ട് സന്തോഷ് ഒരു നിമിഷം ആലോചനയോടെ നിന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. ഹലോ സന്തോഷേ, വിവരമൊക്കെ ഞാൻ അറിഞ്ഞു എന്നവൻ പറയേ. അതെ, മെഡിക്കൽ കൗൺസിലിംഗ് ക്ലിയർ ചെയ്തു, ഇപ്പോൾ നിയമനം കൺഫേം ആയെന്ന് അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഓഫീസിലല്ലേ എന്ന് ജോൺ ചോദിക്കേ. അതെ എന്ന് സന്തോഷം. ഫീൽഡും സമ്മർദ്ദവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കുറച്ചു നാളത്തേക്ക്, ഒരു ടെൻഷനും വേണ്ട എന്ന് സന്തോഷ് ആശ്വസിപ്പിക്കെ. ഒരു പിടിയുമില്ലാത്ത ഒരു ഇരുണ്ട കാലമാ കഴിഞ്ഞു പോയത്. സത്യത്തിലെ സ്വബോധത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നതാ എന്റെ അന്നത്തെ അവസ്ഥ വെച്ച്. പക്ഷേ വീണ ഒപ്പം നിന്നു. ഞാനത് അർഹിക്കുന്നില്ല ജോണെ, നിനക്കറിയാലോ അത്. പക്ഷേ അവൾ ഒപ്പം നിന്ന് എന്നെ ഈ വിധത്തിൽ എത്തിച്ചു എന്നൊക്കെ സന്തോഷ് പറയുന്നത് കേൾക്കെ ജോണും അസ്വസ്ഥനാവുകയാ. സത്യത്തില് ഞാൻ എന്റെ ജീവിതം കൊണ്ട് വീണയോട് കടപ്പെട്ടിരിക്കുക. അസുഖത്തിനു ശേഷം മെഡിക്കൽ കൗൺസിലിന്റെ കാര്യങ്ങൾക്കും വീണ ഒപ്പം ഉണ്ടായിരുന്നു. ഇക്കാലത്ത് ആരാ ജോണെ അങ്ങനെയൊക്കെ ചെയ്യാ? തള്ളിക്കളയുകയല്ലേ ഉള്ളൂ. കിട്ടിയത് അർഹിക്കുന്നതെന്ന് പദം പറയുമെന്ന് സന്തോഷ് പറയുന്നത് കേൾക്കെ എന്തായാലും വലിയ സമാധാനം സന്തോഷേ. ഇനി നീ നിന്നെ കുറിച്ച് കൂടുതൽ കരുതുന്ന ജോൺ പറയെ. ശ്രദ്ധിക്കാം ജോണ എന്ന് സന്തോഷം. ഇപ്പൊ ആരും കുറെ കാലമായി എന്നെ വിളിക്കാറൊന്നുമില്ല. ജോൺ വിളിച്ചതിൽ വലിയ സന്തോഷം എന്ന് സന്തോഷ് പറയെ. ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ജോണും. അതുകൾക്ക് സന്തോഷം. സമൂഹത്തിനെ കുറിച്ച് കടുത്ത ഭ്രാന്തുണ്ട്, അതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള പരിചയമൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഇറങ്ങുന്നത് അവധിക്ക് വെച്ചിരിക്കുവാണെന്ന് സന്തോഷം ചിരിയോടെ പറയുകയാ. നമുക്ക് കംഫർട്ടായിട്ട് മാത്രം മതി, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നാട്ടിലെത്തുമ്പോ കാണാൻ സന്തോഷേ. ഇനിയെല്ലാം ശുഭകരമാവട്ടെ എന്ന് ജോൺ ആശംസിക്കേ. നന്ദി ജോണെ, ശരിയെന്ന് പറഞ്ഞ് സന്തോഷ് കോൾ കട്ട് ചെയ്യുകയാ. പിറ്റേ ദിവസം ബീച്ചിൽ കടലും നോക്കി നിൽക്കുന്ന ടീച്ചർ അമ്മയെയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ട് കനിയും വീണയും കല്ലുവും കാവ്യവുമെല്ലാം സന്തോഷത്തോടെ വരികയാ. അമ്മമ്മ എന്ന് വിളിച്ച് കാവ്യ കൈവീശി ഓടി അമ്മമ്മയുടെ അരികിലെത്തുമ്പോഴേക്കും വേഗം വാ കാവ്യക്കുട്ടി എന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാ ടീച്ചറമ്മയും. അല്ല ഋതുക്കുട്ടൻ എവിടെയെന്ന് അമ്മ ചോദിക്കെ. അവനൊരു പനിക്കോള്, മഹേഷേട്ടൻ വിട്ടില്ലെന്ന് വീണയും. ഓൻ പാവം വിഷമമായി കാണുമല്ലോ എന്ന് അമ്മ പറയേ. അതെ, അവൻ ഓക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി വരാന്ന് അവനോട് പറഞ്ഞു എന്ന് വീണ. അല്ല പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു മക്കളെ എന്ന് അമ്മമ്മ കാവ്യയോടും കലുവിനോടും ചോദിക്കേ. ഇളയത് നല്ല പഠിപ്പാ പഠിക്കുന്നേ എന്ന് കനിയും. കേൾക്കെ കാവ്യയും ടെൻഷനോടെ പറയല്ലേ എന്ന് കനിയോട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും ടീച്ചറമ്മ സംശയത്തോടെ കനിയെ നോക്കിക്കൊണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുക. എന്തു കൊട്ടേഷൻ ഇവൾ എടുത്തോളും, കൈക്കൂലിയായിട്ടെ ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താൽ മതിയെന്ന് കനി പറയുന്നത് കേൾക്കെ. കുഞ്ഞാ പ്ലീസ് ഇതെന്ന് പറഞ്ഞ് അവളുടെ നേരെ കൈകൂപ്പുകയാ കാവ്യയും. അത് കേൾക്കെ അമ്മമ്മയും അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഡി നീ കൊള്ളാലോടി എന്ന് ചോദിക്കേ. ചെറിയമ്മ ഇവളെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, അണുബോംബാണെന്ന് കനി കുറ്റപ്പെടുത്തേ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ ഹൈഡ്രജൻ ബോംബ എന്ന് കാവ്യയും. അവളെ പിടിച്ചമർത്തുമ്പോഴേക്കും സോറി കുഞ്ഞ, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞതാ എന്ന് കാവ്യയും. എന്തായാലും ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും എന്റെ ഈ പാവം കല്ലുകുട്ടിയെ കൊണ്ടുപോയി കളിക്കാൻ നോക്കെന്ന് പറയുമ്പോഴേക്കും കനി അവര് രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നില്ലേ എന്ന് ടീച്ചറമ്മയോടും വീണയോടും ചോദിക്കുക. ഞങ്ങൾ വരാമെന്ന് ചെറിയമ്മ പറയുന്നത് കേൾക്കെ അവർ കളിക്കാനായി ബീച്ചിലേക്ക് ഇറങ്ങി പോവുകയാ. അവർ മൂന്നുപേരും കടൽക്കരയിൽ കളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ടെൻഷനോടെ കടൽ നോക്കിയിരിക്കായിരുന്ന വീണയോടായി അമ്മ, കുഞ്ഞി നീ എനിക്ക് ഒട്ടും പിടിതരാതെ വഴുതി പോവുകയാണേ എന്ന് പറയേ. എന്താ എന്ന് വീണയും. അല്ല ജോണിന്റെയും കനിയുടെയും കാര്യത്തിൽ എന്താ നിന്റെ അഭിപ്രായം എന്നമ്മ ചോദിക്കേ. അതില് ഞാനെന്തു പറയാനാ? കനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജോൺ ഏട്ടനോടുള്ള ഇഷ്ടം പറഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അതിലിനി ഞാൻ എന്തു പറയാനാ എന്ന് വീണയും. കുട്ടികൾക്ക് അമ്മയും കുഞ്ഞിക്ക് അതിലൊരു റോളുമില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കനി അവിടുന്ന് ചെറിയമ്മയും വീണയും കളിക്കാനായി വിളിക്കുന്നുണ്ടെങ്കിലും കളിച്ചോ എന്ന് ചെറിയമ്മയും. എനിക്കെന്ത് റോളാന്ന് വീണ ചോദിക്കേ. കനിക്ക് അത് പറഞ്ഞിട്ടും ജോൺ എന്താ എസ് പറയാത്തത് എന്നമ്മ ചോദിക്കേ. അത് ജോണേട്ടന്റെ ഇഷ്ടമല്ലേ അമ്മ, ഞാൻ എന്ത് പറയാനാ എന്ന് വീണയും. അത് ഞാനായി തന്നെ പറയണമെങ്കിൽ പറയാം, ജോൺ കുഞ്ഞിയുടെ റെസ്പോൺസിനായി കാത്തിരിക്കുക ശരിയല്ലേ എന്ന് അമ്മ ചോദിക്കേ. എനിക്കറിയില്ല അമ്മ എന്ന് വീണയും ടെൻഷനോടെ പറയുന്നുണ്ട്. കുഞ്ഞിക്ക് അറിയാത്തതല്ല, മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ കാരണം അനിശ്ചിതത്വത്തിലാവാൻ പാടില്ല. കുഞ്ഞിയുടെ തീരുമാനം ജോണിനോട് പറ. നോയാണെങ്കിൽ അത് തീർത്തും നമ്മൾ പറയണം, അല്ലാതെ അവരുടെ ജീവിതത്തിൽ വഴിമുടക്കി ഇങ്ങനെ നിൽക്കരുത് എന്നമ്മ കുറ്റപ്പെടുത്തേ. ഞാൻ ആരുടെയും വഴിമുടക്കി നിൽക്കുന്നില്ല, ഇനി എന്റെ എസ്സിന് എന്ത് പ്രസക്തിയാണ് എന്നവൾ ചോദിക്കേ. എന്തായാലും
അതിനൊരു വ്യക്തത വരുത്തണം. ഇനിയും ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. മോളെ, ജീവിതത്തിൽ പലതും നഷ്ടമായ ഒരു കുട്ടിയാണ് അവള്. അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ഇങ്ങനെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നതാ. ഇനിയും അവളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതിന് ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന അമ്മയും തീർത്തു പറഞ്ഞ് കടലിലേക്ക് നോക്കി ടെൻഷനോടെ നിൽക്കുകയാ. ആ സമയത്താണ് കടൽക്കരയിലൂടെ ഓടുന്ന കനിയുടെ മുമ്പിലേക്ക് കല്ലുവിന് ലെറ്റർ കൊടുത്ത റയാൻ എത്തുന്നത്. അവനെ കണ്ട് ചിരിയോടെ, എടാ നീ ഭൂമിയിൽ തിരിച്ചെത്തിയോ? ഇവൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ എന്ന് കനിയെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കേ. ഇല്ല മിസ്, സോറി മിസ് എന്ന് അവനും കൈകൂപ്പുകയാ. കാവ്യയും കല്ലുവും അവരെ നോക്കി ചിരിയോടെ നിൽക്കുകയാ. ടീച്ചറമ്മയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ പുതിയ ഇംഗ്ലീഷ് സാഹിത്യമുണ്ടെങ്കിൽ താടാ, ഞാൻ കല്യാണിക്ക് കൊടുക്കാം എന്ന് കനി പറയുമ്പോഴേക്കും കൂടെയുള്ളവനെയും വിളിച്ചുകൊണ്ട് റയാൻ ഓടി രക്ഷപ്പെടുകയാ. കനി കാവ്യയോടായി, ഇടി നിനക്കിതിൽ യാതൊരു റൈറ്റുമില്ല എന്ന് പറയേ. അയ്യോ സോറി എന്ന് കാവ്യയും. വീണ്ടും അവൾ കല്ലുവിനെയും കാവ്യയും വിളിച്ചുകൊണ്ട് തിരമാലയോടൊത്ത് കളിക്കാൻ തുടങ്ങുകയാ. പിന്നീട് അവർ കളിയെല്ലാം കഴിഞ്ഞ് ടീച്ചറമ്മയുടെയും വീണയുടെയും അരികിലേക്ക് എത്തുമ്പോഴേക്കും, ആ കളിച്ചോ? ആരാ കനി ആ പിള്ളേര് എന്ന് ചെറിയമ്മ ചോദിക്കുകയാ. ഓ, ഇവരുടെ സ്കൂളിലെ പിള്ളേരാ. പിന്നെ അതിന്റെ പിന്നിൽ ഒരു ചോക്ലേറ്റ് സ്റ്റോറിയും ഉണ്ട് എന്ന് കനി പറയേ. കാവ്യ അവളുടെ അടുത്തേക്ക് ചെന്ന്, കുഞ്ഞാ പറയില്ല എന്ന് വാക്കു തന്നതല്ലേ എന്ന് ചോദിക്കുക. എന്നാ ഞാൻ ഇപ്പൊ പറയുന്നില്ലെന്ന് കനി പറയേ. പിന്നെ പറയോ എന്ന് കാവ്യയും. ആലോചിക്കട്ടെ എന്ന് അവളോടായി പറഞ്ഞ്, നമുക്കേ ഈ ചൂടത്തൊന്നു മാറി ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് കനി ചോദിക്കേ. അത് അടിപൊളി എന്ന് കല്ലുവും. അതുകൾക്ക് കനി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഐസ്ക്രീം കഴിക്കാനായി പോവുകയാ. അവിടെ ടെൻഷനോടെ സോഫയിൽ ഇരിക്കുകയായിരുന്ന ജോണിനെ മേരിക്കുട്ടി ടീച്ചർ ചായ കൊണ്ട് കൊടുക്കുക. അവൻ ചായ വാങ്ങി കുടിക്കുമ്പോഴേക്കും, ഡാ നീ ഇങ്ങനെ മിണ്ടാതെ വലിയ ചിന്തയുമായി ഇരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടില് നിന്നെ കരുതിയ ട്രാൻസ്ഫർ വാങ്ങി ഞാൻ വന്നത്. എന്നിട്ട് നീ ഇങ്ങനെ കനപ്പിച്ചിരുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൂടി പറ. ഞാൻ ആരോടും മിണ്ടുമെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഓരോ ടെൻഷൻ കാരണമല്ലേ അമ്മ? അമ്മയ്ക്കും അറിയാലോ എന്ന് ജോൺ ചോദിക്കേ. ഓരോ ടെൻഷൻ ഒന്നുമല്ല, ഒരു ടെൻഷൻ എന്നമ്മ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ അമ്മയെ നോക്കിയിരിക്കുന്ന ജോണിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.